Hi everyone. Recently I a brand collaboration video post ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ. Before moving into the video, I wanted to tell you that I am not a big YouTuber. ഒരു ചെറിയ യൂട്യൂബർ ആണ്. അപ്പോൾ എനിക്ക് കൊളാബറേഷൻ വീഡിയോ വന്നെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെല്ലാം കൊളാബ് വീഡിയോസ് കിട്ടുന്നുണ്ടാവും. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് കൊളാബറേഷൻ വീഡിയോ. അതിനകത്ത് ഞാനെടുത്ത പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൊളാബ് വീഡിയോ വന്നത്, പേയ്മെന്റ് ടേംസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ബ്രാൻഡ് കൊളാബറേഷൻ ഈസ് സംതിങ് ലൈക്ക് നമ്മൾ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ പ്രൊമോഷൻ വീഡിയോ പോലെ പോസ്റ്റ് ചെയ്യുന്നതാണ്. January 10th 2025 ഇവർ എന്നെ ഇമെയിൽ വഴി അപ്രോച്ച് ചെയ്തത്. അവർക്ക് എൻ്റെ ഇമെയിൽ കിട്ടിയത് എൻ്റെ ബയോയിൽ എൻ്റെ ബിസിനസ് എൻക്വയറിക്കുള്ള ഇമെയിൽ ഉള്ളതുകൊണ്ടാണ്. സോ ഇഫ് യു ആർ നോട്ട് ആഡിംഗ് ബിസിനസ് ഇമെയിൽ ടു ദ ബയോ ദെൻ യു ആർ മിസ്സിംഗ് ഔട്ട് സംതിങ്. ബിക്കോസ് മോസ്റ്റ് പ്രോബബ്ലി ബ്രാൻഡ്സ് ചൂസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ത്രൂ ഇമെയിൽ. അതുകൊണ്ട് ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. ചെയ്യില്ല എന്നല്ല, ബട്ട് ഇറ്റ് ഈസ് ലെസ്. റെഗുലർ ആയിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യേണ്ടതും ഫോളോ അപ്പ് ചെയ്യേണ്ടതും റിപ്ലൈ കൊടുക്കേണ്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇവർ അയക്കുന്ന മെയിൽ നമ്മൾ ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്യും. ഇവരെനിക്ക് January 10th ഇങ്ങോട്ട് ഇമെയിൽ അയച്ചത്. പക്ഷേ ആസ് ഐ സെഡ് ഐ എം എ സ്മോൾ യൂട്യൂബർ, സോ ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് എനി കൈൻഡ് ഓഫ് ദീസ് ഇമെയിൽസ്. സോ അതുകൊണ്ട് ഞാൻ ഇമെയിൽ ചെക്കും ചെയ്യേണ്ടായിരുന്നില്ല, റിപ്ലൈയും ചെയ്തില്ലായിരുന്നു. ഫെബ്രുവരി ഏകദേശം മിഡ് ആയപ്പോഴാണ് ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തത്. അപ്പോൾ തന്നെ ഇവർ റിവേർട്ട് ചെയ്തു. അതിനെ തുടർന്നാണ് ഈ ബ്രാൻഡ് കൊളാബറേഷൻ ഉണ്ടായത്. നെക്സ്റ്റ് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. മിക്ക ബ്രാൻഡ്സും അപ് ഫ്രണ്ട് ഫുൾ പേയ്മെന്റ് തരണം എന്നില്ല. എസ്പെഷ്യലി ഫോർ എ സ്മോൾ യൂട്യൂബർ അവരൊരു പേയ്മെന്റ് ഓപ്ഷൻ തരണമെന്ന് തന്നെയില്ല. ചിലപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ കൊളാബ് ആയിരിക്കാം. അതായത് അവരവരുടെ പ്രോഡക്ട്സ് നമുക്ക് തന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് റിവ്യൂ കൊടുക്കുക. അതായത് റിവ്യൂ വീഡിയോ എടുത്തിട്ട് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുക. അത്രയും മാത്രമായിരിക്കാം ആദ്യത്തെ കൊളാബ്. ഇത് ഫസ്റ്റ് കൊളാബ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ഇതിന്റെ പാക്കറ്റ് കിട്ടിയതും പൊട്ടിച്ചതും യൂസ് ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് 2 ഓപ്ഷൻ തന്നിരുന്നു പേയ്മെന്റിന് വേണ്ടിയിട്ട്. ഒന്ന് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, 2 പ്രോഡക്റ്റ് കൊളാബ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവരെനിക്കൊരു കൂപ്പൺ കോഡ് തരും. ആ കൂപ്പൺ കോഡ് വെച്ച് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് എക്സ്ട്രാ 15% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഓരോ ആളുകളുടെയും സെയിൽസ് എമൗണ്ടിന്റെ 10% കമ്മീഷൻ എനിക്ക് കിട്ടും. രണ്ടാമത്തത് പ്രോഡക്റ്റ് കൊളാബറേഷൻ. അതായത് 3000 വർത്ത് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവരെനിക്ക് അയച്ചു തരും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റിന്റെ റിവ്യൂ വീഡിയോ എനിക്കിടാം. Affiliate marketing is something like you will not get upfront payment, but affiliate marketing will be good if the audience trusts you. Honestly speaking, I don't think someone will buy that product seeing my video. Not because I did something wrong, പക്ഷെ ഞാനിപ്പോൾ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രോഡക്റ്റ് കിട്ടിയ ഉടനെ ഞാനത് പ്രൊമോട്ട് ചെയ്യാതിരുന്നത്. The excitement was real since this was my first collab. പക്ഷേ പ്രോഡക്റ്റ് 2 ആഴ്ചയെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുള്ളൂ എന്ന് ഞാൻ ടീമിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അഥവാ ഞാൻ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന കോഡ് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന്. പക്ഷേ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. I'll attach that code as a first comment. If someone wants to buy that product, you can go ahead. Why I did like this is because trust matters. And I know that very well. It is very difficult to build trust. വൺസ് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകാതെ നോക്കേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഐ നോ ദാറ്റ്. ഒരു തെറ്റായ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യരുതെന്നും തെറ്റായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യരുതെന്നും ഉള്ള ഒരു ബോധം എനിക്കുണ്ട്. അങ്ങനെ ഒരു 2 ആഴ്ച ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തു. അതിനുശേഷം ബ്രാൻഡുമായിട്ട് സംസാരിച്ചു, കൂപ്പൺ കോഡ് വാങ്ങിച്ചു. അതിനുശേഷം പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടായിരുന്നു. വൈ? ബിക്കോസ് ഷൂട്ടിംഗ് വിത്ത് എ ടോഡ്ലർ ഇസ് നോട്ട് ഈസി. എന്നെ അപ്രോച്ച് ചെയ്ത ഫസ്റ്റ് ബ്രാൻഡ് ഒരു ബേബി പ്രോഡക്റ്റ് ബ്രാൻഡ് ആയിരുന്നു. അതായത് കിഡ്സ് പ്ലസ് ബേബി പ്രോഡക്ട്സിന്റെ ബ്രാൻഡ് ആയിരുന്നു. പിന്നെ എന്നെ ഈ ബ്രാൻഡ് അപ്രോച്ച് ചെയ്യാനുണ്ടായ മറ്റൊരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അവർ കൂടുതലും സ്മോൾ യൂട്യൂബേഴ്സിനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള കണ്ടന്റിന്റെ താഴെ യൂസ് ചെയ്തിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും എല്ലാം പാരന്റിങ്, ടോഡ്ലറിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് അതിനെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അത് മാത്രമല്ല മറ്റു ടാഗ്സും നോർമൽ വീഡിയോസും ലൈഫ് സ്റ്റൈൽ വീഡിയോസും അക്കൗണ്ടിങ് വീഡിയോസും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. സോ ആ ഡീറ്റെയിൽസിന്റെ കൂടെ ഈ ടാഗും ഡിസ്ക്രിപ്ഷനും എല്ലാം വന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവരുടെ സെർച്ചിൽ എൻ്റെ പേരും കയറി വന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമ്മുടെ വീഡിയോനോട് എത്രത്തോളം അധികം ചേർന്ന് നിൽക്കുന്നോ അതാണ് നമുക്ക് ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോനെ ബെസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ടോഡ്ലർ പാരന്റിങ്, ടോഡ്ലർ സ്കിൻ കെയർ, ട്രാവലിംഗ് വിത്ത് ടോഡ്ലർ ഒക്കെ ഞാൻ എപ്പോഴും ടാഗ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബിഫോർ വൈൻഡിങ് അപ്പ് ദ വീഡിയോ, ഐ വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് ഇഫ് യു ആർ എ സ്മോൾ യൂട്യൂബർ ആൻഡ് യു വാണ്ടഡ് ടു ഡു ബ്രാൻഡ് കൊളാബറേഷൻസ്, ദെൻ ആഡ് ഇമെയിൽ ടു ദ ബയോ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ പറയുന്ന പേയ്മെന്റ് ടേംസ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അപ് ഫ്രണ്ട് പേയ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ആസ് എ ബിഗിനർ യൂട്യൂബർ ഞാനങ്ങനെ വലിയ പൈസ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആദ്യത്തെ ഈ ബ്രാൻഡ് കൊളാബറേഷൻ ചെയ്തത്. സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡ് കൊളാബറേഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നതിന് തുല്യമാണല്ലോ.
കാരണം നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയത്. എന്ന് കരുതി ഒന്നും നോക്കാതെ അല്ല ഞാനത് പ്രൊമോട്ട് ചെയ്തത്. ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ട് മറ്റൊരാൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അയാൾക്ക് എന്നോടുള്ള വിശ്വാസം പോകരുത് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തത്. ആസ് എ പേഴ്സൺ ഐ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ആൻഡ് അതർവൈസ് ഇറ്റ് വിൽ നോട്ട് സസ്റ്റെയിൻ ഇൻ എ ലോങ് റൺ. അപ്പം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഡേ ഇൻ ലൈഫ് വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. വേണ്ടവർ കയറി കണ്ടു നോക്കും. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കോമെന്റ്സ്. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു നോ ദാറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.